എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞോട്ടെ. ഇത്തവണത്തെ ഇലക്ഷന്, നിയമസഭാ ഇലക്ഷന് കേരളത്തിൽ 140 മണ്ഡലത്തിൽ ഓരോ മുന്നണിയിൽ നിന്നും എത്ര വനിതകൾ മത്സരിച്ചു? ഇതാണ് ഒരു ചോദ്യം, കണക്ക്. UDF-ൽ തുടങ്ങാം. 12 പേരാണ് UDF-ൽ നിന്ന് വനിതകൾ മത്സരിച്ചത്. 140-ൽ 10% പോലും ഇല്ല. NDA 16 സീറ്റ്, കഷ്ടിച്ച് 10% മിച്ചം. LDF 18 സീറ്റ്. ഏതാ? സ്ത്രീ ശാക്തീകരണത്തിന് അങ്ങേയറ്റം മുന്തിയ പരിഗണന കൊടുക്കുന്ന, സ്ത്രീ പ്രാതിനിധ്യത്തിന് തുല്യത കൊടുക്കുന്ന LDF നിന്ന് മത്സരിച്ചത് 140 നിന്ന് 18 സ്ഥാനാർത്ഥികളാണ്. ഇനി ഇവരിൽ ചിലർ പരസ്പരം മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പം മാക്സിമം ജയിച്ചു വന്നാൽ എല്ലാവരും ജയിച്ചാൽ പോലും 11 സീറ്റിൽ നിയമസഭയിൽ സ്ത്രീകളുണ്ടാവും. 140-ൽ എപ്പടി? 14 പോലും ഇല്ല, 10% പോലും ഇല്ല. കേരളം പ്രബുദ്ധ കേരളമാണ്, സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം എന്ന് നിലവിളിക്കുന്ന, മുറവിളി കൂട്ടുന്ന സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരൊക്കെ എവിടെ പോയി? അല്ല, ഞാനൊരു സംശയം ചോദിച്ചിട്ട്, നമ്മളെ പെട്ടെന്ന് കോൺഗ്രസിന് തുടങ്ങാം. ഈ നമ്മുടെ ഷമ മുഹമ്മദ്, എനിക്കിഷ്ടമാണ് കേട്ടോ, അവരുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. പേര് മാത്രം അക്ഷമ എന്നിട്ടായിരുന്നെങ്കിൽ എല്ലാം ബാക്കിയെല്ലാം ഓക്കെയാണ്. അവരെപ്പോഴും പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്നെയും കൂടെ പരിഗണിക്കാമായിരുന്നു. എന്നെയും കൂടെ പരിഗണിക്കാമായിരുന്നു. ഈ പരിഗണിക്കാമായിരുന്നു പരിഗണിക്കുന്ന പകരം എൻ്റെ ഷമ മുഹമ്മദെ, നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ കിടുകിട പറപ്പിച്ച ഗവർണർ. പുള്ളി 35-ാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. പുള്ളി പുട്ടുപോലെ തെറ്ററിഞ്ഞു പോയ കഥ അറിയാവും. ഷാബാന് കേസിൽ ജീവാംശം കൊടുക്കാൻ കോടതി വിധി വന്നു. അന്ന് അറിയാലോ, ഈ മുത്തലാഖ് നിയമം നിരോധിക്കുന്നതിന് മുമ്പ്, മുത്തലാഖ് നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ 3-4 കെട്ടാം, ആരെ വേണമെങ്കിലും വാട്സപ്പില്ല, എന്നാലും 1, 2, 3 മൊഴി ചൊല്ലുന്നവർക്ക് വേണമെങ്കിൽ അതിന്റെ ജീവാംശം കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ആ കേസ് വന്നപ്പം മൊഴി ചൊല്ലിയ സ്ത്രീക്കും കുട്ടികൾക്കും ജീവാംശം കൊടുക്കണമെന്ന് കോടതി വിധിച്ചപ്പോൾ അന്ന് മൃഗീയ ഭൂരിപക്ഷം ലോകസഭയിലുണ്ടായിരുന്ന രാജീവ് ഗാന്ധി കോൺഗ്രസ് ഗവൺമെന്റ് ആ നിയമം മറികടക്കാനും ആ സമുദായത്തിലെ പുരുഷ മേധാവിത്വത്തിന് കൊടപിടിക്കാനും സ്ത്രീകളെ അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് മുസ്ലിം പേഴ്സണൽ ബിൽ. ശരിക്കും ഈ കോൺഗ്രസിന്റെ തകർച്ചയുടെ തുടക്കം അതിലൂടെയാണ് കേട്ടോ, അവിടെ നിന്നാണ്. പക്ഷെ അതിൽ പ്രതിഷേധിച്ച് ആമ്പിള്ളേരായിട്ട് നട്ടലുള്ള, സ്വന്തമായിട്ട് നിലപാടുള്ള ആൾക്കാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയി. അതിലൊരാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. എന്റെ ഷമ മുഹമ്മദെ, നിങ്ങളുടെയൊക്കെ ഈ നിലപാടിൽ എപ്പോഴും ഇന്ന് കരയും, പരിതപിക്കുകയും, പരിപ്പം പറയുകയും, പരാതി പറയുകയും ചെയ്യുന്നതിനും നട്ടലുണ്ടെങ്കിൽ നിലപാടെടുത്ത് സ്ത്രീപക്ഷത്തിന് വേണ്ടി സംസാരിക്കുക. രാജിവെച്ച് കോൺഗ്രസിന് പുറത്തു വരാനൊന്നും പറയത്തില്ല, പുറത്ത് വരണ്ട, അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ പാർട്ടിക്ക് മറ്റുള്ളവർക്കും. പക്ഷെ നിങ്ങൾക്ക് ശബ്ദം പോലും ഇല്ലല്ലോ. ലതിക സുഭാഷ് എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. KPCC ആസ്ഥാനത്തിന് ഫ്രണ്ടിൽ പോയിട്ട് സീറ്റ് കിട്ടാത്ത പേരിൽ തലമണ്ഡലം ചെയ്ത് ലോകശ്രദ്ധ തന്നെ, കേരള മാധ്യമമല്ല, ഇന്ത്യൻ മാധ്യമമല്ല, ലോകശ്രദ്ധ തന്നെ നേടിയൊരു ജനാധിപത്യവാദി, സ്ത്രീ പക്ഷപാതി ലതിക സുഭാഷ്. സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു. അവരൊക്കെ എവിടെ പോയി? ഒരനക്കം ശബ്ദം പോലും ഇല്ലല്ലോ. കോൺഗ്രസ്സുകാരെ, നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് 36 പേരുണ്ട് നിങ്ങളുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ, ഉന്നതാധികാര സമിതിയിൽ, പ്രത്യേക ക്ഷണിതാവർക്ക് ഉൾപ്പെടെ കേട്ടോ. എത്ര സ്ത്രീകളുണ്ടെന്നറിയാവോ? 5 പേര്. അതിൽ 5-ല് സോണിയാജീനെയും പ്രിയങ്കാജീനെയും കൂട്ടണ്ട. അതായത് ഞാനും കൊളപ്പള്ളി അപ്പന്റെ പെങ്ങൾ സുഭദ്രയും കൂടുന്ന ട്രസ്റ്റി, അത് അവരെ ഒഴിവാക്കാം. അതായത് രാഹുൽ ഗാന്ധിയും അമ്മ സോണിയയും പെങ്ങള് പ്രിയങ്ക കൂടെ കൂടുന്നതാണ് അതിനകത്ത് കോർ കമ്മിറ്റി, ഇതിനകത്ത് തന്നെ എന്ന് വേണേൽ പറയാം. അപ്പൊ അതിനകത്ത് സോണിയാഗാന്ധിയും പ്രിയങ്കാനും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 36 പേരിൽ 3 സ്ത്രീകളുള്ളൂ. 3 സ്ത്രീകൾ കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയിൽ, 3 സ്ത്രീകൾ. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. എന്നാൽ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന, എന്നോർത്ത് നോക്കിയോ, ഇപ്പൊ 11 പേരാണ് ഈ 140 മണ്ഡലങ്ങളിൽ നിന്ന് കേരളത്തിൽ പ്രതിനിധീകരിച്ച് സ്ത്രീകൾ വരാൻ പോകുന്നത്. ഈ സംവരണം വന്നായിരുന്നെങ്കിൽ എത്രയാണെന്ന് അറിയാം? 46 വനിതാ MLA-മാർ നിയമസഭ ഇരുന്നേനെ. അതിന് കൈയടിക്കേണ്ട സ്ത്രീകളെ നിങ്ങൾ. എവിടെ സാറാ ജോസഫും നമ്മുടെ അരുന്ധതി റോയും ഇങ്ങനത്തെ കുറെ ടീമുകളുണ്ടല്ലോ, സ്ഥിരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന മീര നായരും പാർവതി മലത്തും, അങ്ങനത്തെ കുറെ ടീമുകളുണ്ടല്ലോ. അവരൊക്കെ എവിടെയാ? നിങ്ങളൊക്കെ വെറുതെ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷത്തേക്ക് വരാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മകുട ഉദാഹരണമല്ലേ നവോത്ഥാനത്തിന്റെ ആൾക്കാർ. ശബരിമലയിൽ പോലും തുല്യ പ്രാധാന്യത്തിന് വേണ്ടി സ്ത്രീയും പുരുഷനല്ലാത്തവരെ കെട്ടി ഘോഷിച്ചു കൊണ്ടേ ഇരുത്തിയ ടീമുകളല്ലേ. നിങ്ങൾ ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും 30 വർഷം ഭരിച്ചു. എവിടെയെങ്കിലും ഒരു പേരിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകളെ പറ്റിച്ചിട്ട് അവരെ മൂലയ്ക്ക് കൊണ്ടിരുത്തി. ഈ എത്ര നാളായിട്ടും ഒരൊറ്റ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ത്രീയായിട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ പോളിറ്റ് ബ്യൂറോയുടെ 18 മെമ്പേഴ്സാണല്ലോ പോളിറ്റ് ബ്യൂറോയിൽ. എത്ര സ്ത്രീകളുള്ളത്? 2 പേര്, 10%. സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം, പുരോഗമനവാദം, നവോത്ഥാനം, സ്ത്രീ തുല്യത, തേങ്ങാക്കൊല, ഈ ഡയലോഗുകളിലല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം, പറയുന്ന കാര്യം എന്തെങ്കിലും ചെയ്യുന്ന ഒരു പാർട്ടിയാണോ ഈ CPM? സത്യം പറയണം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇത് വന്നു എത്ര 2 പതിറ്റാണ്ടായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കാനുണ്ട് കൈവക്കണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തുള്ള സ്ത്രീകളും ഉണ്ടായിരിക്കുക. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെയാണോ?
നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ശരിക്കും മറ്റു സ്ത്രീകൾ കടന്നു വരാനായിട്ട്? അതാണോ? പിന്നെ ഇതിനകത്തെ രാഷ്ട്രീയം, ഡിലിമിറ്റേഷൻ, 10 ലക്ഷം പേർക്ക് ഒരു MP എന്നുള്ളതായിരുന്നു ഇതിന്റെ ഘടനയിൽ ആദ്യത്തെ ഒരു മുഖമുദ്ര. ഇന്ന് കേരളത്തിൽ 18 ലക്ഷം പേർക്ക് ഒരു MP ഉള്ളത്. അതായത് 100 കോടി ജനങ്ങളുണ്ടായിരുന്നപ്പോഴായിരുന്നു 443 ലോക്സഭാ സീറ്റ്. ഇപ്പൊ അത് 145 കോടിയായി, 1.5 ഇരട്ടിയായി. അപ്പൊ ആ 500 എന്നുള്ളത് 800 ആകുകയല്ലേ? UP യിലേക്ക് കണക്കെടുക്കാം. ഇവിടെ കേരളത്തിൽ 10 ലക്ഷം പോയിട്ട് 18 ലക്ഷത്തിനാണ് ഒരു MP ഉള്ളത്. UP യിൽ അത് 30 ലക്ഷത്തിന് ഒരു MP ഉള്ളൂ. 26 കോടി ജനങ്ങളാണ്. ഒരു രാജ്യമായിരുന്നെങ്കിൽ UP ഇന്ന് 5ാമത്തെ ലോകത്തിലെ ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു. അതായത് ഇന്ത്യയും ചൈനയും അമേരിക്കയും ഇന്തോനേഷ്യയും കഴിഞ്ഞാൽ 5th മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് UP. ആ 26 കോടി ജനങ്ങൾക്ക് 80 MP മതിയോ? നിങ്ങളെന്തിനെ പേടിക്കുന്ന, ഭയക്കുന്നത്? ഹിന്ദി ഹൃദയഭൂമിയിൽ ഞങ്ങൾ ഇന്ത്യ തിരിച്ചു പിടിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും വരത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവല്ലേ ഇതിന്റെ കാരണം? ദക്ഷിണേന്ത്യ മാത്രം മതി നിങ്ങൾക്ക്. അതങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഒളിച്ചോടി വയനാട്ടൊന്നും മത്സരിക്കത്തില്ലോ. ഒരു സേഫ് സീറ്റാണ് ഒരു പടനായകൻ എടുക്കേണ്ടത്, സേഫ് സീറ്റ് അല്ലല്ലോ ഒരിക്കലും. അതിനോട് ഞാൻ കിടക്കുന്നില്ല. എനിവേ, ഈ 888 മുറിയാണ് പണിതേക്കുന്നത്. മുറിയല്ല, സീറ്റുകൾ. പുതിയ വിസ്ത പാർലമെന്റ് മന്ദിരത്തിൽ അത് ചുമ്മാ കാര്യം ഇട്ടേക്കാനല്ല. ഒരു 5 ബെഡ്റൂം പണിയുമ്പോൾ വീട്ടിൽ 4 പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ 5 ബെഡ്റൂം പണിയത്തില്ലോ. അതുകൊണ്ട് ഈ 888 സീറ്റ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതിട്ടുണ്ടെങ്കിൽ അവിടെ 850 MP മാരുണ്ടാവും. നിങ്ങൾ എന്തേറെ കാലതാമസം വരുത്തിയാലും ഇത് നടക്കും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. ജയ് ഹിന്ദ്.